വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിലെ മുറികൾ തുറക്കരുത് എന്ന കർശന നിർദ്ദേശവുമായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ. സീൽ ചെയ്യാത്ത മുറികളും തുറക്കേണ്ട എന്ന് രത്തൻ യു ഖേൽക്കർ. രാവിലെ പാലക്കാട്ടെ മെറ്റീരിയൽ റൂം തുറക്കാനുള്ള നീക്കം ഉപേക്ഷിച്ചു. റൂം തുറക്കുന്നതിൽ ദുരൂഹത ആവർത്തിച്ചു കോൺഗ്രസ്. അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിൽ നിതിൻ രാജ് വീണ് മരിച്ച അങ്കണത്തിൽ വിങ്ങിപ്പൊട്ടി പിതാവ്. മകന്റെ ജീവൻ പൊലിഞ്ഞ സ്ഥലത്ത് കുഴഞ്ഞു വീണു. രാജൻ എത്തിയത് ബന്ധുക്കൾക്കൊപ്പം. സഹപാഠികളോട് സംസാരിച്ച് കുടുംബം മാനേജ്മെന്റ് പ്രതിനിധികളെയും കാണും. നിതിൻ രാജിന്റെ മരണത്തിൽ പ്രതിഷേധങ്ങളെ നേരിടാൻ കോളേജിന് മുന്നിൽ ബൗൺസർമാർ. ദളിത് ലീഗിന്റെ മാർച്ച് തടയാൻ പോലീസിനൊപ്പം ബൗൺസർമാർ നിന്നത് വിവാദത്തിൽ. പ്രതിഷേധക്കാരെ കയ്യേറ്റം ചെയ്തെന്ന് ലീഗ്. അന്വേഷണം തൃപ്തികരമല്ലെന്ന് ആക്ഷൻ കൗൺസിൽ. 10 കോടി രൂപ നഷ്ടപരിഹാരം നൽകണമെന്നും ആവശ്യം. ശബരിമല യുവതീ പ്രവേശന പുനഃപരിശോധനാ ഹർജികളിൽ വാദം തുടങ്ങി തന്ത്രി കണ്ഠരര് രാജീവർ. ഹിന്ദു മതത്തിന്റെ അനിവാര്യ സവിശേഷത വിഗ്രഹാരാധനയെന്ന് വാദം. പ്രതിഷ്ഠയെ ഹിന്ദുശാസ്ത്രങ്ങൾ അനുസരിച്ച് ആരാധിക്കണം. അയ്യപ്പൻ നിത്യബ്രഹ്മചാരി എന്നും തന്ത്രി. വിശ്വാസി യുക്തിയെ ചോദ്യം ചെയ്യില്ലെന്ന് ജസ്റ്റിസ് നാഗരത്ന. കടുത്ത കുടിവെള്ളക്ഷാമത്തിൽ തിരുവനന്തപുരം നഗരം. ജലമെത്തിക്കുന്ന പേപ്പാറ ഡാമിൽ ഇനി 25 ദിവസത്തേക്കുള്ള വെള്ളം മാത്രം. ജലവിതരണം തടസ്സപ്പെട്ടതിൽ പ്രതിഷേധിച്ച് ഉപരോധ സമരം. സംസ്ഥാനത്ത് വേനൽ മഴയിൽ 38% കുറവ്. KCB ഡാമുകളിൽ ബാക്കി 35% വെള്ളം മാത്രം. CPIM വിട്ടവരെ പുതിയതായി രൂപീകരിക്കുന്ന പാർട്ടിയിലെത്തിക്കാൻ PV അൻവറിന്റെ നീക്കം. G സുധാകരൻ, B കുഞ്ഞികൃഷ്ണൻ, TK ഗോവിന്ദൻ, PK ശശി എന്നിവരെ നേരിൽ കാണും. CPIM-ൽ നിന്നും നേതാക്കൾ എത്തുമെന്ന് അൻവർ ന്യൂസ് മലയാളത്തോട്. ഒരു രാഷ്ട്രീയ സാധ്യത അത് ഉപയോഗപ്പെടുത്താൻ, ഈ പറയുന്ന പിണറായി സത്തിനെതിരെ ഉപയോഗപ്പെടുത്താൻ നടത്തിയ ഒരു പരിശ്രമമാണ്. അത് പരിപൂർണമായും ആ ഉദ്ദേശിച്ച സ്ഥലത്ത് എത്തിയില്ല. പക്ഷേ പലരും ആ കണ്ടം വിട്ട് മറുകണ്ഠത്തിലേക്ക് വരികയും UDF-ന്റെ സ്ഥാനാർത്ഥികളാകുകയും UDF-ന് പിന്തുണയ്ക്കുകയും ചെയ്ത രാഷ്ട്രീയ സാഹചര്യത്തിലാണ്. താൻ നൽകിയ കത്ത് പുറത്തുവിട്ട തൃണമൂൽ കോൺഗ്രസ് നടപടി തരം താണ പരിപാടിയെന്നും PV അൻവർ. കാലടി സർവകലാശാലയിലെ ഗവർണറുടെ സന്ദർശനത്തിനിടെ വൻ പ്രതിഷേധം. കവാടത്തിൽ സമരവുമായി SFI. ഗവർണറെ പിന്തുണച്ച് ABVP. ഗവർണറുടെ പരിപാടിക്ക് എത്തിയില്ലെങ്കിൽ സഹകരണം ഉണ്ടാകില്ല എന്ന വകുപ്പ് മേധാവിയുടെ ശബ്ദ സന്ദേശം വിവാദത്തിൽ. പ്രതിഷേധങ്ങൾ ഇന്ത്യൻ സംസ്കാരമല്ലെന്ന് ഗവർണർ. ചർച്ചയാണ് സംസ്കാരവും സനാതനവും എന്ന ഉപദേശം. വാശിയേറിയ പ്രചാരണത്തിനൊടുവിൽ തമിഴ്നാട്ടിൽ ഇന്ന് കൊട്ടിക്കലാശം. പല മണ്ഡലങ്ങളിലും ശക്തമായ ത്രികോണ പോരാട്ടം. കൂടുതൽ ദേശീയ നേതാക്കൾ സംസ്ഥാനത്ത്. വോട്ടെടുപ്പിന് മുന്നോടിയായി പ്രചാരണ വീഡിയോ പങ്കുവച്ച് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ. തമിഴ്നാടിന്റെ പുരോഗതിക്ക് തടസ്സം നിൽക്കുന്നവർക്ക് താൻ അപകടകാരിയെന്ന് സ്റ്റാലിൻ. 2021 இதே மாதிரி ஒரு சட்டமன்ற தேர்தல். அந்த சமயத்தில் சில பேர் ஸ்டாலின் இஸ் மோர் டேஞ்சரஸ் தென் கருணாநிதினு சொன்னாங்க. கலைஞரோட என்னை எப்போவுமே ஒப்பிட முடியாது. தமிழ்நாட்டை வஞ்சிக்க நினைக்கிறவங்களுக்கும் நம்மளோட வளர்ச்சியை தடுக்க நினைக்கிறவங்களுக்கும் நான் என்னைக்குமே டேஞ்சர் தான். இதில் തമിഴ്നാട്ടിലെ വോട്ടർമാർക്ക് തുറന്ന കത്തുമായി TVK അധ്യക്ഷൻ വിജയ്. രാഷ്ട്രീയ പ്രവേശനം ജനങ്ങളോടുള്ള കടപ്പാട് നിറവേറ്റാൻ തെരഞ്ഞെടുപ്പിൽ DMK-യെയും BJP-യെയും വോട്ടർമാർ പാഠം പഠിപ്പിക്കും. ജനവിരുദ്ധ പാർട്ടികളുടെ ഭീഷണിക്കും സമ്മർദ്ദത്തിനും മുന്നിൽ മുട്ടുമടക്കില്ലെന്നും വിജയ്. ബംഗാളിൽ ആദ്യഘട്ട തെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചാരണം ഇന്ന് അവസാനിക്കും. ആദ്യഘട്ടത്തിൽ വിധി എഴുതുന്നത് 152 മണ്ഡലങ്ങൾ. തുടർച്ചയായി 4ാം തവണയും അധികാരം ലക്ഷ്യമിട്ട് മമതാ ബാനർജി. കേന്ദ്രമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിൽ വിവിധയിടങ്ങളിൽ റാലി. ഡൽഹി മുഖ്യമന്ത്രി രേഖാ ഗുപ്ത അടക്കം വനിതാ നേതാക്കളും സംസ്ഥാനത്ത്. സംസ്ഥാനത്ത് സാധാരണക്കാരെ ലക്ഷ്യമിട്ട് കെണിയൊരുക്കിയ അന്തർ സംസ്ഥാന ലോൺ ആപ്പുകൾ. നടക്കുന്നത് വൻ തട്ടിപ്പ്. 3 വർഷത്തിനിടെ അന്തർ സംസ്ഥാന സംഘം തട്ടിയെടുത്തത് 70 കോടി. ഇരകളാകുന്നവരിൽ 5-1 വീട്ടമ്മമാർ. ലോൺ ആപ്പ് തട്ടിപ്പിന്റെ ഹോട്ട്സ്പോട്ടായി മലപ്പുറം മാറിയെന്ന് സൈബർ പോലീസ്.
വിവോ ഐക്യു മൊബൈൽ ഫോൺ ഉപയോക്താക്കൾ ഓൺലൈൻ പണം തട്ടിപ്പിൽ അകപ്പെടാതിരിക്കാൻ ജാഗ്രത പാലിക്കണമെന്ന് കേരള പോലീസ്. വ്യാജ അപ്ഡേറ്റ് സന്ദേശത്തിലൂടെ പണം തട്ടാൻ സാധ്യത. സന്ദേശം ലഭിക്കുക അപ്ഡേറ്റ് ആക്കിയില്ലെങ്കിൽ ഫോൺ ബ്ലോക്ക് ആകുമെന്ന് പറഞ്ഞ് അബദ്ധത്തിൽ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ ഇന്റർനെറ്റ് ഓഫ് ചെയ്യണമെന്ന് പോലീസ്. ഭൂട്ടാൻ വാഹന കള്ളക്കടത്തിൽ നിർണായക കണ്ടെത്തൽ. വാഹനക്കടത്തിന് പുറമെ വ്യാപക വ്യാജ സിഗരറ്റ് കള്ളക്കടത്തുന്ന അന്വേഷണ സംഘം. ഒരു വർഷം കടത്തുന്നത് 1000 കോടിയിലധികം രൂപയുടെ വ്യാജ സിഗരറ്റ്. അതിർത്തികളിൽ സംയുക്ത പരിശോധന നടത്താൻ ഭൂട്ടാൻ ഇന്ത്യ കസ്റ്റംസ് ഉദ്യോഗസ്ഥരുടെ യോഗത്തിൽ തീരുമാനം. കുംഭമേള വൈറൽ പെൺകുട്ടിയുടെ വിവാഹ വിവാദത്തിൽ ദേശീയ SC/ST കമ്മീഷന് മുന്നിൽ DGP ഹാജരാകും. വിവാഹം നടത്തിയതിൽ വീഴ്ചയില്ലെന്ന് സംസ്ഥാന പോലീസ് മേധാവി നേരിട്ട് അറിയിക്കും. രേഖകൾ പ്രകാരം 18 വയസ്സ് പൂർത്തിയായി. രേഖകൾ വ്യാജമല്ലെന്ന് ഉറപ്പിച്ചെന്നും പോലീസിന്റെ നിലപാട്. ചെങ്ങന്നൂരിൽ മരണത്തിൽ ദുരൂഹത ഉണ്ടെന്ന ആരോപണത്തിന് പിന്നാലെ വയോധികന്റെ കല്ലറ തുറന്ന് മൃതദേഹം വീണ്ടും പരിശോധിക്കുന്നു. പുലിയൂർ സ്വദേശി യേശുദാസിന്റെ മരണത്തിൽ ദുരൂഹത ആരോപിച്ചത് മരുമകൾ ലീന. പരാതി ഉയർന്നത് യേശുദാസിന്റെ സഹോദരൻ ഗബ്രിയേലിനെതിരെ. ഗബ്രിയേൽ സ്വത്തെല്ലാം കൈക്കലാക്കിയെന്ന് ലീന. കോഴിക്കോട് തീവണ്ടി യാത്രക്കാരിക്ക് കല്ലേറിൽ പരിക്കേറ്റ കേസിലെ പ്രതി കൃഷ്ണകുമാർ റിമാൻഡിൽ. കല്ലെറിഞ്ഞത് മൂങ്ങയെ എന്ന് പ്രതിയുടെ മൊഴി. പക്ഷികളെ കല്ലെറിയുന്നത് ശീലം. മദ്യലഹരിയിൽ അബദ്ധം പറ്റിയെന്നും കൃഷ്ണകുമാറിന്റെ മൊഴി. മലപ്പുറം തിരൂരിൽ യുവതിയും 1.5 വയസ്സുള്ള മകനും കിണറ്റിൽ മരിച്ച നിലയിൽ. മരിച്ചത് എഴൂർ സ്വദേശി ഇർഫാന, മകൻ അമൻ മാലിക് എന്നിവർ. യുവതി കുഞ്ഞുമായി ജീവനൊടുക്കിയെന്ന നിഗമനം. ആത്മഹത്യാക്കുറിപ്പ് കണ്ടെടുത്ത് പോലീസ്. ഇടുക്കി ദേവികുളത്ത് സർക്കാർ പട്ടയം നൽകിയിട്ടും ഭൂമിയില്ലാതെ 170 കുടുംബങ്ങൾ. റവന്യൂ വകുപ്പ് പതിച്ചു നൽകിയത് ചതുപ്പ് നിലം. വാസയോഗ്യമായ സ്ഥലങ്ങളിൽ ഭൂമി കൈയടക്കി മറിച്ചുവിറ്റ് ഭൂമാഫിയ. ഇടിഞ്ഞു വീഴാറായ ലയങ്ങളിലും കൂരകളിലും ദുരിത ജീവിതം നയിച്ച് തോട്ടം തൊഴിലാളികൾ. ന്യൂസ് മലയാളം എക്സ്ക്ലൂസീവ്. കടുത്ത ചൂടുകാലത്ത് പാമ്പുകളെ സൂക്ഷിക്കണമെന്ന ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ GS റോഷ്നി. കുട്ടികളെ പുറത്ത് കളിക്കാൻ വിടുമ്പോൾ ഷൂസ് ധരിപ്പിക്കണം. ജനലുകളും വാതിലുകളും പകൽ സമയത്ത് തുറന്നിടരുത്. പാമ്പ് കടിയേറ്റാൽ പ്രഥമ ശുശ്രൂഷയ്ക്ക് നിൽക്കാതെ വേഗത്തിൽ ആശുപത്രിയിൽ എത്തിക്കണമെന്നും റോഷ്നി ഹലോ മലയാളം ലീഡേഴ്സ് മോർണിംഗിൽ. പക്ഷേ നമ്മൾ ലൈവായിട്ടൊരു ബൈറ്റ് ഉണ്ടായി എന്ന് നമുക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ അതിലൊരു ഫസ്റ്റ് എയ്ഡ് അല്ലെങ്കിൽ പ്രാഥമിക ശുശ്രൂഷ ചെയ്യാനായിട്ട് മുതിരരുത്. എത്രയും വേഗം നമുക്ക് ആൻറ്റിവെനം കിട്ടുന്ന ഹോസ്പിറ്റൽസ് നമുക്ക് എല്ലായിടത്തും നമ്മുടെ ഗവൺമെൻറ് ഹോസ്പിറ്റൽസിലെല്ലാം തന്നെ ആൻറ്റിവെനം ഇപ്പോൾ കൊടുക്കുന്നുണ്ട്. വെടിനിർത്തൽ കരാർ അവസാനിക്കാൻ മണിക്കൂറുകൾ ശേഷിക്കെ ഇറാൻ-ഇസ്രയേൽ 2ാം ഘട്ട ചർച്ച അനിശ്ചിതത്വത്തിൽ. JD വാൻസിന്റെ നേതൃത്വത്തിലുള്ള US സംഘം ഉടൻ ഇസ്ലാമാബാദിലെത്തും. ഹോർമൂസിലെ US ഉപരോധം നീക്കാതെ ചർച്ചയ്ക്കില്ലെന്ന് നിലപാട് കടുപ്പിച്ച് ഇറാൻ. ഇറാനെ അനുനയിപ്പിക്കാനുള്ള ശ്രമം തുടർന്ന് പാകിസ്ഥാൻ. ഇറാൻ കരാറിന് തയ്യാറാകും വരെ തുറമുഖ ഉപരോധം നീക്കില്ലെന്ന് ഡൊണാൾഡ് ട്രംപ്. ഉപരോധം ഇറാനെ ഇല്ലാതാക്കും. സാമ്പത്തികമായി നേരിടേണ്ടി വരിക വൻ സമ്മർദ്ദം. യുദ്ധത്തിൽ അമേരിക്ക വിജയിച്ചു കഴിഞ്ഞെന്നും ട്രംപിന്റെ അവകാശവാദം. പശ്ചിമേഷ്യൻ സമാധാന ചർച്ച പ്രതിസന്ധിയിലായതോടെ രാജ്യാന്തര വിപണിയിൽ അസംസ്കൃത എണ്ണവിലയിൽ കുതിപ്പ്. ബ്രെന്റ് ക്രൂഡ് വില ബാരലിന് വീണ്ടും $95 മുകളിൽ. രേഖപ്പെടുത്തിയത് 4% വർധന. ട്രംപിന്റെ ഇറക്കുമതി തീരുവ നിയമവിരുദ്ധമെന്ന സുപ്രീം കോടതി വിധിക്ക് പിന്നാലെ റീഫണ്ടിംഗ് നടപടി ആരംഭിച്ച US. റീഫണ്ടിന് അപേക്ഷിച്ചിരിക്കുന്നത് ആയിരക്കണക്കിന് കമ്പനികൾ. മടക്കി നൽകാനുള്ളത് $166 ബില്യൺ. ആഗോള ടെക് ഭീമൻ ആപ്പിളിന് പുതിയ തലവൻ. സീനിയർ വൈസ് പ്രസിഡന്റ് ജോൺ ടെർണർ CEO ആയി ചുമതലയേൽക്കും. നിലവിലെ CEO ടിം കുക്ക് എക്സിക്യൂട്ടീവ് ചെയർമാനായി തുടരും. ടിം കുക്ക് തലപ്പത്ത് നിന്നും ഒഴിയുന്നത് ആപ്പിളിനെ ലോകത്തെ ഏറ്റവും മൂല്യമുള്ള കമ്പനിയായി വളർത്തിയ ശേഷം. മണിപ്പൂരിൽ വീണ്ടും ഭൂചലനം. റിക്ടർ സ്കെയിലിൽ 5.2 തീവ്രത രേഖപ്പെടുത്തി. ഭൂചലനമുണ്ടായത് ഇന്ന് രാവിലെ കാംജോങ്ങിൽ. നാശനഷ്ടങ്ങളോ ആളപായമോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. IPL-ൽ ഗുജറാത്തിനെ തകർത്ത് വിജയ് വഴിയിൽ തിരിച്ചെത്തി മുംബൈ ഇന്ത്യൻസ്. ജയം 99 റൺസിന്. തിലക് വർമ്മയ്ക്ക് സെഞ്ചുറി. അശ്വിനി കുമാറിന് 4 വിക്കറ്റ്. ഇന്ന് ഹൈദരാബാദ് ഡൽഹിയെ നേരിടും.
സച്ചിൻ ടെണ്ടുൽക്കറുമായി കൂടിക്കാഴ്ച നടത്തി സഞ്ജു സാംസൺ. ലോകകപ്പ് വിജയത്തിന് ശേഷമുള്ള കൂടിക്കാഴ്ച ചെന്നൈ ടീമിനൊപ്പം മുംബൈയിലെത്തിയപ്പോൾ ചിത്രം സാമൂഹിക മാധ്യമങ്ങളിൽ വൈറൽ. ഫോമിലേക്ക് തിരിച്ചെത്താൻ സഞ്ജുവിന് സഹായകമായത് സച്ചിന്റെ ഉപദേശങ്ങൾ. ചെന്നൈ മുംബൈ പോരാട്ടം മറ്റന്നാൾ.